എന്നെ അന്വേഷിച്ചെന്ന് പറഞ്ഞു. എത്ര നേരമായിട്ട് നിങ്ങളെ വിളിച്ചോണ്ടിരിക്കുകയാണ് ഇവിടെ. അതെ. മറ്റേ പുള്ളിയാണോ അത്? ആ ഉത്തരവാദപ്പെട്ട ഞാൻ പറയാം. ഒരു സിംഹം ഉണ്ടല്ലോ, ആ സിംഹം മുരളി. ആ സിംഹം മുരളിയല്ല, വാസുദേവൻ. ഞാൻ പറഞ്ഞോളാം, ഞാൻ പറഞ്ഞു മനസ്സിലായിക്കോളാം. എന്റെ പൊന്നെ, നമ്മുടെ സിംഹം ഇല്ലേ? നമ്മുടെ സിംഹോ? നിനക്ക് ശ്രീധരനായിട്ട് കിട്ടിയ സിംഹോ? അല്ല, നിങ്ങൾ ആ കൂട്ടിൽ വളർത്തുന്ന സിംഹം ഇല്ലേ? പറയൂ. ആ സിംഹം മാത്രമല്ല, സിംഹം കടുവയും പുലിയൊക്കെ ഭയങ്കര ബഹളം. ഭയങ്കര ബഹളം. ഒരു കാര്യം ചെയ്യും, ബഹളം വെക്കുന്നവരുടെ പേര് നീ എഴുതി വെക്ക്. ഞാൻ ചൂരിൽ കൊണ്ട് എന്തെല്ലാം ബഹളം വെക്കുന്നത്. അതല്ല ചേട്ടാ, ഈ സിംഹത്തിന്റെ ബഹളം കാരണം ഷൂട്ടിംഗ് എനിക്ക് ഇവിടെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അയ്യോ, മലമറിക്കുന്ന ജോലിയല്ലേ. ഒരു കാര്യം ചെയ്യും, വീട്ടിലോട്ട് പോയിക്കോ, ശമ്പളം നമ്മൾ അവിടെ എത്തിക്കാം. അതല്ല, ആ സിംഹത്തിന്റെ ബഹളം കാരണം, ശബ്ദം കാരണം ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നാ ഒരു കാര്യം, സിംഹത്തിന്റെ മൂട്ടിൽ ഒരു സൈലൻസർ ഫിറ്റ് ചെയ്യാം. ഇല്ലേ, ബഹളം പോലും. സിംഹം പിന്നെ ബഹളം വെക്കത്തില്ലേ? നിങ്ങൾക്ക് അതിന്റെ ഒന്ന് സൗണ്ട് കുറയ്ക്കാൻ പറ്റുമോ? എങ്ങനെ സൗണ്ട് കുറയ്ക്കാൻ പറ്റുമോ? സൗണ്ട് കുറയ്ക്കാൻ അത് ഫിലിപ്സിന്റെ റേഡിയോ അല്ല കൂട്ടി കിടക്കുന്നത്. സൗണ്ട് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം. മനസ്സിലാക്കി? ഇത് ഇങ്ങനെ ബഹളം വെക്കാനുള്ള കാരണം എന്താ? അത് ചിന്തിക്കും. ഞാനും ചിന്തിക്കുന്നു, ബഹളം വെക്കേണ്ട കാരണം ചിന്തിക്ക്. ഈ മുടിയൊക്കെ അഴിച്ച് പിടിച്ച് അതിന്റെ ഫ്രണ്ടിൽ കൂടെ നടന്നാലോ കൂടിന്റെ? രാവിലെ ഇങ്ങോട്ട് വന്നപ്പോ അതിന്റെ ഫ്രണ്ടിൽ കൂടെ അല്ലേ? ചുമ്മാതല്ല, ചുമ്മാ അലറിയത്. അതെന്താ? സിംഹത്തിന് എന്നെ പേടിയാണ്. സിംഹത്തിന് പേടി അതൊന്നുമല്ല, നിന്നെ പേടിച്ചിട്ടല്ല. കാട്ടിലെ രാജാവൊക്കെയാണ് സിംഹം, പക്ഷേ ആൾക്കൂരെങ്ങനെ കാണുമ്പോൾ ഇപ്പഴും സിംഹത്തിന് പേടിയാ. അതെ, ഇതിന്റെ ബഹളം തീർന്നില്ല, നിങ്ങൾ അനുഭവിക്കും. ജോലിന്ന് തന്നെ പറഞ്ഞു വിടും. ആരുടെ? എന്നെയാ? അത് തന്നെ എനിക്കും പറയാനുള്ളത്. സിംഹത്തിന്റെ ബഹളം മര്യാദയ്ക്ക് അവസാനിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജോലി ഞാൻ തീർപ്പിക്കും. അയ്യോ, എനിക്ക് പേടിയാ. എനിക്ക് മുള്ളാൻ മുട്ടുന്ന പേടിച്ചിട്ട് രണ്ടുപേരുടെ ദേഷ്യം കണ്ടിട്ട്. ഇത് രണ്ടുപേരുടെ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. എന്തോ പറയുന്നു? അതെ, നമുക്ക് ഇവിടെ ഒരാൾക്കും വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നില്ലെങ്കിൽ നിങ്ങളെ പറഞ്ഞു വിടും. നിങ്ങളെ ദുഃഖിക്കും. നമുക്ക് നോക്കാം ആരാ ദുഃഖിക്കുന്നതെന്ന്. നമുക്ക് നോക്കാം. മനസ്സിലായോ? നമുക്ക് നോക്കാം. രണ്ട് നോക്കാം. അതെ, നമുക്ക് കാണാം. എന്റെ പൊന്നോ, ഇയാൾക്കാണോ ദേഷ്യം, സിംഹത്തിനാണോ ദേഷ്യം? പറഞ്ഞു വിടും പോലും. നോക്കാന്ന് തന്നെ പറഞ്ഞത്. സിംഹത്തിനെ നോക്കാൻ വന്ന ആളാ അല്ലേ? എന്താ ആറ്റിറ്റ്യൂഡ് അയാടെ? നമുക്ക് നോക്കാം എന്താണെങ്കിലും. കലേഷേടാ, ഞാനിവിടെ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ കൂടെ കൂടിയതിന് ശേഷം കുറേശ്ശേക്ക് ഇപ്പോൾ ഈ മനസ്സൊക്കെ വായിക്കാൻ പഠിച്ചു തുടങ്ങി. എന്താ റീസൺ? മെന്റലിസം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ഓരോ ദിവസവും മെന്റലിസ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, മാജിക്കിന്റെ ഒരു തലം മാറുകയാണെന്ന് തോന്നുന്നു. പ്രേക്ഷകർക്കും കൂടുതൽ ഇഷ്ടം മെന്റലിസത്തെ കുറിച്ച് ചോദിക്കാനാണ്. നമ്മളെ പുറത്തു വെച്ചൊക്കെ കാണുമ്പോഴില്ലേ, പുറത്തു വെച്ചൊക്കെ കാണുമ്പോഴത്തേക്ക് മെന്റലിസം എങ്ങനെയാ സംഭവം? എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ സ്റ്റേജിൽ നിങ്ങൾ ഇപ്പൊ പ്രോഗ്രാമിൽ കാണിക്കുന്ന ഈ മെന്റലിസ്റ്റുകളൊക്കെ നിങ്ങൾ നേരത്തെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വെച്ചിട്ട് ചെയ്യുന്നതാണോ, അഡ്ജസ്റ്റ്മെന്റ് ആണോ, അതോ ശരിക്കും ഇതൊക്കെ പ്രഡിക്റ്റ് ചെയ്യുന്നതാണോ, ഇതൊക്കെ ഉള്ളതാണോ? അങ്ങനെ ഒരുപാട് സംശയങ്ങൾ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് കാണാനുള്ള ഈ ആർട്ടിസ്റ്റുകളെയൊക്കെ പരിചയപ്പെടാൻ, മജീഷ്യൻസിനെയും ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള ആർട്ടിസ്റ്റുകളെയും കാണാൻ പറ്റും. ഇവിടേക്ക് വരാം. ഇതിനകത്ത് ഒരു കൺകട്ടുമില്ല. ശരിക്കും നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് നഗ്ന നേത്രങ്ങൾ കൊണ്ട് ആസ്വദിക്കാൻ പറ്റും. കാരണം അത്രയും ഓണസ്റ്റ് ആയിട്ടാണ് നമ്മളിവിടെ മാജിക്കുകളും സർക്കസും ഒക്കെ ചെയ്യുന്നത്. ഇതിനകത്ത് യാതൊരു ഗിമ്മിക്സും ഇല്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ സുരേഷ് നാരായൺ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എൻ്റെ പ്രിയ സുഹൃത്താണ്, കാഞ്ഞങ്ങാടുകാരൻ സുരേഷ് നാരായൺ. മനസ്സും ജാലവിദ്യയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള മെന്റലിസ്റ്റ് ഷോയിലേക്ക് അവർക്കും സ്വാഗതം. അടുത്തതായി ഞാൻ അവതരിപ്പിക്കുന്നത് മൈൻഡ് എക്സ്പെരിമെൻറ്റ്. മനസ്സുകൊണ്ടുള്ള ചില പരീക്ഷണങ്ങളാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. എനിക്ക് സ്വന്തമായി ഒരു വിമാനമുണ്ട്. നിങ്ങൾ അതിശയിക്കും, അത് ബോയിങ്ങോ അല്ല, ജെറ്റ് വിമാനമോ അല്ല, ഒരു കൊച്ചു വിമാനം. അത് കാസർഗോഡ് ഏരിയ മാത്രം പറക്കാൻ പറ്റുന്ന വിമാനമാണ്. പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്, ആ വിമാനത്തിന് നമ്പറില്ല. ആ വിമാനത്തിന് നമ്പർ ഇടാൻ ഭാഗ്യം നിങ്ങളിൽ ജഡ്ജസിൽ ഒരാൾക്കാണ്, റൈറ്റ്? അതുകൊണ്ട് ഞാൻ ശ്രദ്ധയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇനി ഞാൻ എൻ്റെ വിമാനം നിങ്ങൾ കാണിച്ചു തരാം, നിങ്ങൾ അതിശയിക്കും. യഥാർത്ഥത്തിൽ അതിനൊരു നമ്പർ, സൈഡ്, ഏത് വാഹനത്തിനും ഒരു സൈഡ് നമ്പർ വേണം. പക്ഷേ ഈ വിമാനത്തിന് സൈഡ് നമ്പർ ഇല്ല. ഞാൻ ആ നമ്പർ ഇടാൻ പോവുകയാണ്. പക്ഷേ ഈ നമ്പർ ഇടാനുള്ള ഭാഗ്യം സിതക്കാണ്. റൈറ്റ്. അതായത് സിതയുടെ മനസ്സിൽ നിന്ന് വരുന്ന ഒരു നമ്പർ ആയിരിക്കും ഞാനിവിടെ
പ്രഡിക്റ്റ് ചെയ്ത് എഴുതുന്നത്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ഒന്ന് റിലാക്സ് മോഡിലേക്ക് നിൽക്കാം, എന്നെ നോക്കി നിൽക്കാം. ആൻഡ് ഒരു നമ്പർ മനസ്സിൽ വിചാരിക്കുക, ബിറ്റ്വീൻ 1 and 100. 1 and 100. യെസ്. ഓക്കെ, എൻ്റെ കണ്ണിലേക്ക് നോക്കാം. റൈറ്റ്. ഓക്കെ, ഞാൻ ഒരു നമ്പർ ഇവിടെ കുറിച്ച് വെച്ചിട്ടുണ്ട്. എത്രയെന്ന് അറിയില്ല, അത് ശരിയോ തെറ്റോ അറിയില്ല. ആ നമ്പർ ഒന്ന് അനൗൺസ് ചെയ്തോളൂ ശ്രിത. എല്ലാവരും കേൾക്കെ പറഞ്ഞോളൂ. ഞാൻ മനസ്സിൽ വിചാരിച്ച നമ്പർ 33 ആണ്. 33. 33. ഈ 33 എന്ന നമ്പർ വിചാരിക്കാൻ വലിയ പ്രത്യേക കാരണമുണ്ടോ? വല്ല പ്രത്യേക കാരണമുണ്ടോ? ഒന്ന് ഓഡിയൻസിനെ കാണിച്ചോളൂ. ഇതെങ്ങനെ അയ്യോ എനിക്കത് കരേഷേട്ടാ, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ ഇപ്പൊ വിചാരിച്ചു ഇതിലൊന്നും ഉണ്ടായിരുന്നില്ല. അതെങ്ങനെ മനസ്സിലായി സർ? താങ്ക് യു. ഇവിടെ ഞാൻ അടുത്തതായി പ്രദർശിപ്പിക്കുന്നത് മെൻഡൽസത്തിൻ്റെ ഒരു ഭാഗമായ ബുക്ക് ടെസ്റ്റ് എന്നൊരു വേർഷനാണ്. എൻ്റെ കൈവശം 4 പുസ്തകങ്ങളുണ്ട്. ഒന്നിൻ്റെ പേര് ദ വിൻ ഇൻ ദ മൗണ്ടൻ ബൈ ജോർജ് ഓണക്കൂർ, ദ മാജിക് ബൈ റോണ്ട ബ്രൈൻ, സീക്രട്ട് ഓഫ് മൈൻഡ് പവർ ബൈ ഹാരി ലോറൻ ആൻഡ് ദ സീക്രട്ട് ബൈ റോണ്ട ബ്രൗൺ. ഈ ഒരു പുസ്തകം വെച്ചാണ് അടുത്തൊരു മൈൻഡ് റീഡിങ് ഞാൻ ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ നമ്മുടെ ഗസ്റ്റ് ജ്യോതിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ് മാഡം. ഞാൻ ഓൾറെഡി ബുക്ക് ഞാൻ പരിചയപ്പെടുത്തി കഴിഞ്ഞു. 4 പുസ്തകങ്ങൾ. ഓക്കെ, 1, 2, 3, 4 പുസ്തകങ്ങൾ എൻ്റെ കൈവശമുണ്ട്. ഞാൻ ഈ പുസ്തകം ഇതുപോലെ ഷഫിൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പുസ്തകം ജ്യോതിക്ക് തിരഞ്ഞെടുക്കാം. അത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കും. ഞാനൊന്നും നിങ്ങളെ ഒരു കാരണവശാലും ഞാൻ കമ്പൽ ചെയ്യുന്നില്ല, ഒരു കാര്യം ചെയ്യുന്നില്ല. നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം ബുക്ക് തിരഞ്ഞെടുക്കാം. റൈറ്റ്. അതിനുശേഷം പുസ്തകം നിങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ പേജ് ഇതുപോലെ റിഫിൽ ചെയ്യും. ആ സമയം ജ്യോതി ചെയ്യേണ്ടത് സ്റ്റോപ്പ് എന്ന് പറയാം. സ്റ്റോപ്പ് എന്ന് പറഞ്ഞ ഉടൻ ഞാൻ ആ പേജ് ഇതുപോലെ ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ലെഫ്റ്റ് പേജ് റൈറ്റ് ബോട്ടം കോർണർ ഓരോ വേർഡ് ഉണ്ട്. റൈറ്റ്, ലെഫ്റ്റ് പേജ് റൈറ്റ് ബോട്ടം കോർണർ ഒരു വേർഡ് ഉണ്ട്. ആ വേർഡ് മനസ്സിൽ കാണുക, പറയാൻ പാടില്ല. കണ്ടതിന് ശേഷം ആ വേർഡ് മൈക്ക് മാറ്റിച്ചോളൂ. ആ വേർഡ് ഈ പേപ്പറിൽ എഴുതി 2 മടക്കായി സൂക്ഷിച്ചു വെക്കുക. സീക്രട്ട് ഓഫ് മൈൻഡ് പവർ. റൈറ്റ്. ഓക്കെ, നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഇതിൻ്റെ പേജ് ഇതുപോലെ റിഫിൽ ചെയ്യുന്നത്. യു ക്യാൻ സേ സ്റ്റോപ്പ് അറ്റ് എനി പോയിന്റ്, എവിടെ വേണം നിർത്താൻ പറയാം. ഓക്കെ, ആ സമയം ഞാൻ ലെഫ്റ്റ് പേജ് തുറക്കും. ലെഫ്റ്റ് പേജിൽ ലാസ്റ്റ് വേർഡ് മനസ്സിൽ കാണാം. എഗ്രീഡ്? മനസ്സിലായില്ലേ? യെസ്. ഓക്കെ, യു വാണ്ട് ടു ചേഞ്ച് ദിസ് പേജ്. ഈ പേജ് മാറ്റാനുണ്ടോ? നോ. ദെൻ സീ ദ വേർഡ് ഫ്രം ദ ലെഫ്റ്റ് പേജ് റൈറ്റ് ബോട്ടം കോർണർ. ഈ വേർഡ്, ലാസ്റ്റ് വേർഡ്. റെഡി അല്ലേ? ഓക്കെ, പുസ്തകം മാറ്റി വെക്കാം. യെസ്, എൻ്റെ കണ്ണിലേക്കൊന്ന് നോക്കിക്കോളൂ. ആക്ച്വലി ഇത് നമ്മൾ റിവീൽ ചെയ്യുന്നത് നിങ്ങളുടെ സ്റ്റാൻഡിങ് പൊസിഷൻ, ബോഡി ലാംഗ്വേജ് ആൻഡ് ഫേസ് എക്സ്പ്രഷൻ, ഈ 3 കാര്യങ്ങൾ നോക്കിയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഒരു കാര്യം ചെയ്യാം, ആ പെൻസിലൊന്ന് മാറ്റിക്കോളൂ. മറ്റൊന്ന് കയ്യിലിങ്ങനെ പിടിക്കാം. ആ ഇംഗ്ലീഷ് വേർഡ് മനസ്സിലുണ്ട്, ഒരു ഇംഗ്ലീഷ് വേർഡ് മനസ്സിലുണ്ട്. എനിക്ക് തോന്നുന്നത് ആ ഇംഗ്ലീഷ് വേർഡിൻ്റെ അവസാന ഇംഗ്ലീഷ് ആൽഫബറ്റിക്കൽ ലെറ്റർ, ഐ തിങ്ക് എസ്, ടി എന്ന് പറഞ്ഞാൽ ജ്യോതിക്കത് എസ് എന്ന് പറയാൻ പറ്റുമോ? യെസ്, താങ്ക് യു. ആൻഡ് ദ ഫസ്റ്റ് ലെറ്റർ, ഐ തിങ്ക്, ഇസ് ഇറ്റ് യെസ്? യെസ്. ഓക്കെ. Thank you. Yes. Okay. Second letter, I think is it M? Yes. Thank you. 5 വിരലുകളുണ്ട്. 1, 2, 3, 4, 5. ഓക്കെ, ഞാൻ പറയുന്നു ആ ഇംഗ്ലീഷ് വേർഡിന് 5 ആൽഫബറ്റിക്കൽ ലെറ്റേഴ്സ് ഉണ്ടെന്ന്. Is it yes or no? Yes. Yes. Thank you.
ഒരു വിരൽ തൊടാമോ? The third letter, I think it's A. Okay. പറഞ്ഞോളാം. Yes, ഞാൻ പറഞ്ഞു. Yes. I think the word is SMART. Smart. This is smart. Show the audience. Just show the audience. Smart. Thank you. Thank you. Thank you very much. Thank you. Thank you. Thank you. Thank you. Thank you.